പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിന്ന് പൂർണ്ണമായും വെള്ളമിറങ്ങിയതോടെ ജനജീവിതം വീണ്ടും പഴയ പോലെയായി. വാഹന ഗതാഗതം തടസ്സപ്പെട്ടു പോയ പാലായിലെ പല റോഡുകളും സഞ്ചാരയോഗ്യമായി തുടങ്ങി. പാലായിൽ നിന്ന് ജ്യോതിഷ് മോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിന്റെ സമീപത്താണ് നമ്മൾ നിൽക്കുന്നത്. എനിക്ക് പിന്നിൽ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. ഇവിടെ എല്ലാം തന്നെ വെള്ളം കയറി നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ആ പിന്നിൽ കാണുന്ന ആ ഭാഗത്തായിട്ടാണ് അന്ന് ഒരു ബസ് വന്ന് കുടുങ്ങിപ്പോയതും ബസ് തെള്ളി മാറ്റുന്നതൊക്കെ ദൃശ്യങ്ങൾ നമ്മളന്ന് കാണിച്ചു കൊടുത്തതാണ്. എനിക്ക് പിന്നിൽ ഈ കാണുന്ന മറ്റൊരു ഡിവൈഡറുണ്ട്. ഈ ഡിവൈഡറിലൊക്കെ ഒരു വാഹനം വന്ന് ഈ വെള്ളം കയറിയത് മനസ്സിലാക്കാതെ ഒരു വാഹനം വന്ന് ഇടിച്ചു കയറുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മളന്ന് കാണിച്ചു കൊടുത്തതാണ്. അത്തരത്തിൽ ഈ പ്രദേശത്ത് ആകമാനം വെള്ളം കയറി കിടന്നതാണ്. ഇപ്പോൾ എന്തായാലും ആശ്വാസകരമാണ്. വെള്ളം ഇറങ്ങി തുടങ്ങി. വെള്ളം പൂർണ്ണമായിട്ട് ഈ ഭാഗത്തുനിന്ന് പോയി. ഇപ്പോൾ നിലവിൽ ജനജീവിതം പഴയ പോലെ തന്നെ വന്നിട്ടുണ്ട്. അത് ഏറെ ആശ്വാസകരമായ കാര്യമെന്ന് പറയാം. മഴ ഒന്ന് മാറി നിൽക്കാണ്. ചേട്ടാ, എവിടേക്കാണ് ഈ ഭാഗത്ത് വെള്ളം കയറി കിടന്നത്? വെള്ളം കയറി റോഡിലും സ്റ്റാൻഡിന്റെ വെളിയിലും ആ കെട്ടിടത്തിലും എല്ലാം വെള്ളം കയറി വെറുതെ കിടക്കുന്നു. ഫിഷ് അവിടെ എല്ലാം വെള്ളം കയറി മൊത്തത്തിൽ. എത്ര ദിവസം വേണ്ടി വന്നു വെള്ളം ഒന്ന് ഇറങ്ങാനായിട്ട്? രണ്ടാമത്തെ ദിവസം ഇറങ്ങിയിട്ട് മൂന്നാം ദിവസം പിന്നെ കയറി. ആ കടയെല്ലാം മൂടിപ്പോയത്. ഒരാൾ പൊക്കത്തിൽ വെള്ളമില്ല കടക്കകത്തല്ല. ഈ ബസ് സ്റ്റാൻഡിൽ ബസ്സൊക്കെ മാറ്റിയിരുന്നു. എങ്ങനെയായിരുന്നു? ബസ് സ്റ്റാൻഡിൽ അങ്ങനെ കിടപ്പില്ല. ഒരു ബസ് കിടക്കുന്നത് അത് മാറ്റി വിട്ടായിരുന്നു. അതുകൊണ്ട് അതൊരു ഭാഗ്യമായി. അത് ബസ്സിൽ നിന്ന് വെള്ളം കയറി. കാലത്തെ വെള്ളം പൊങ്ങിക്കൊണ്ട് ബസ് ഇവിടെ ഇല്ലായിരുന്നു. എല്ലാവരും കണ്ടോട്ടല്ലോ. അതുകൊണ്ട് പറ്റുന്നവരൊക്കെ മാറ്റി വിട്ടു. ഏതായാലും മഴ ഇപ്പം മാറി വെള്ളമൊക്കെ ഇറങ്ങി. ഇതിപ്പോൾ പഴയ പോലെയൊക്കെ ആയി തുടങ്ങി ജീവിതമൊക്കെ മൊത്തം. അല്ലെങ്കിൽ 2-3 ദിവസമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നല്ലോ. ഇപ്പോൾ കുഴപ്പമില്ല. അത് തന്നെയാണ് ഇപ്പം സാഹചര്യം. ഞാൻ ഒന്നും കൂടെ മനസ്സിലായത്, ഇതിപ്പോൾ പഴയ പോലെ വെള്ളം നിറഞ്ഞു നിന്ന പ്രദേശമാണ്. നമ്മൾ അന്ന് പ്രേക്ഷകരെ മുഴുവൻ കാണിച്ചു കൊടുത്തതാണ്. അത്തരത്തിൽ വെള്ളം നിറഞ്ഞു നിന്ന ആ ഏരിയ ആകമാനം വെള്ളം ഇറങ്ങി പഴയ പോലെ ആയിട്ടുണ്ട്. ആ പിന്നിൽ കാണുന്ന ആ ഭാഗത്തൊക്കെയാണ് വണ്ടികൾ പലതും വന്ന് കുടുങ്ങിപ്പോയത്. വാഹനങ്ങൾ പലതും വന്ന് വെള്ളത്തിൽ വഴിതെറ്റി വന്ന പല വാഹനങ്ങളും കുടുങ്ങിപ്പോയതൊക്കെ ഈ ഭാഗത്തൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഏതായാലും ആശ്വാസകരമായ ഒരു സാഹചര്യം എന്ന് പറയാം. വെള്ളം പൂർണ്ണമായിട്ടും ഈ ഭാഗത്തുനിന്ന്, ഈ പാലാ കൊട്ടാരമറ്റം ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടും ഇറങ്ങി. ഇപ്പോൾ ജനജീവിതം വീണ്ടും പഴയ പോലെ തന്നെ ആയി മാറുകയാണ്. പഴയ ഒരു സാഹചര്യത്തിലേക്ക് തന്നെ എല്ലാവരും തിരിച്ചെത്തുകയാണ്. മറ്റ് ഈ കടകളിലെല്ലാം തന്നെ ശുചീകരണ പ്രവൃത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.